God, speak to us. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് ഇടപെടണമേ, സംസാരിക്കണമേ. ഇൻ ജീസസ് മൈറ്റി നെയിം. ഗോഡ് ഹിയറിങ് സേറ്റൻ നമ്മുടെ ദൈവത്തിൽ നിന്നാണോ സൈറ്റിൽ നിന്നാണോ അതോ നമ്മുടെ ഓൺ തോട്ട്സ് ആണോ എന്നൊക്കെ അറിയുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് അതിലൂടെ പഠിക്കുമ്പോൾ കാണാൻ പറ്റും. So life is full of decisions that do not have absolute specific by name, how to direction the Bible. സമ്പൂർണവും നിർദ്ദിഷ്ടവും എങ്ങനെ ചെയ്യണം എന്നുള്ളതുമായ ദിശകളില്ലാത്ത തീരുമാനങ്ങളാൽ നിറഞ്ഞതാണ് ജീവിതം. പലപ്പോഴും നമുക്ക് തന്നെ അറിയത്തില്ല എന്താ ചെയ്യണം, നമ്മളറിയത്തില്ല. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും റോങ് ആയി പോകാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദൈവശബ്ദം കേൾക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാനും നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ 2-3 പോയിന്റുകൾ അത് പറയാൻ ആഗ്രഹിക്കുകയാണ്, എങ്ങനെ നമുക്കത് ദൈവശബ്ദം കേൾക്കാൻ പറ്റും. സോ ജസ്റ്റ് ലിസൺ മീ. ഹൗ മെനി അവേഴ്സ് എ ഡേ ഷുഡ് ബി കിഡ്സ് ഓപ്പൺ എ സ്ക്രീൻ? നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര നേരം ടി വി കാണണം, നമുക്ക് എത്ര നേരം ടി വി കാണാൻ പറ്റും, നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര നേരം ഒരു ദിവസം എത്ര മണിക്കൂർ ഗെയിംസ് കളിക്കാൻ പറ്റും, എത്ര നേരം അവർക്ക് കളിക്കാൻ പറ്റും എന്നൊക്കെ പല പല ചിന്തകൾ നമുക്ക്, എന്നിട്ട് മാനുഷികമായ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. ചില വീഡിയോ ഗെയിമുകൾ കാണുന്നത് നല്ലതാണോ, ചില വീഡിയോ ഗെയിമുകൾ കാണാൻ പാടുണ്ടോ, ചില കാർട്ടൂൺസ് ഒരു കുഞ്ഞുങ്ങൾ കാണുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അത് നമുക്ക് അലോഡ് ചെയ്യാൻ പാടുണ്ടോ? ചിലത് ചെയ്യാൻ പാടില്ലെന്ന് പറയും, ചിലത് ചെയ്യാമെന്ന് പറയും. നമ്മുടെ വർക്കേഴ്സിൻ്റെ കൂടെ നമുക്ക് പാർട്ടിക്ക് പോകാൻ പറ്റുമോ? നമ്മുടെ ബന്ധുക്കളുടെ കൂടെ നമുക്ക് പെരുന്നാളിന് പോകാൻ പറ്റുമോ? പെരുന്നാളിൽ അല്ലെങ്കിൽ അവർ വിളിക്കുമ്പോൾ നമുക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് പോകാം. ഇങ്ങനെ പല പല പ്രശ്നങ്ങളും നമ്മളിങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില വീഡിയോ ഗെയിമുകൾ കളിക്കുന്നത് ശരിയാണോ, നമ്മൾ തന്നെ ഗെയിം കളിക്കുന്നത് ശരിയാണോ, ഇങ്ങനെ പല പല വിഷയങ്ങളാണ് മനുഷ്യനുള്ളത്. ഒരു സഹപ്രവർത്തകനോടൊപ്പം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോടൊപ്പം ഞാൻ ഡേറ്റിങ്ങിന് അവർ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ പോകുന്നത് ശരിയാണോ, എനിക്ക് അനുവാദമുണ്ടോ എന്നൊക്കെ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. നമ്മളിപ്പം തലേന്ന് രാത്രി വളരെ വൈകിയാണ് കിടന്നുറങ്ങിയത്, രാവിലെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ധാരണയുണ്ട്, പ്രയാസമുണ്ട്, അത് ശരിയാണോ? സോ വി ഓൾ നേഷൻസ് അബൌട്ട് ദ ട്രൂത്ത്, ബട്ട് ഹൗ ഡു വി നോ ഫോർ ഷുവർ ദാറ്റ് ദീസ് ഐഡിയാസ് ആർ കമ്മിങ് ഫ്രം ഗാഡ്? ഒരുപാട് തോട്ട്സുകൾ നിറഞ്ഞാണ് നമ്മുടെ ഹൃദയവും മനസ്സും ഒക്കെ, ഒത്തിരി തോട്ട്സുകൾ നിറഞ്ഞാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും സത്യത്തെക്കുറിച്ച് ആശയങ്ങളുണ്ട്. എന്നാൽ ഈ ആശയങ്ങൾ ദൈവത്തിൽ നിന്നാണ് വരുന്നത് അല്ല ദൈവത്തിൽ നിന്നാണോ വരുന്നതെന്ന് എങ്ങനെ നമുക്കറിയാം? അതിനെപ്പറ്റിയാണ് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നത്. I am hearing God or I am only hearing myself, rose yet I am hearing the temptation of Satan discussed as the leading of the Holy Spirit. ചിലപ്പം ദൈവത്തിൽ നിന്നാണോ, എന്നിൽ നിന്നാണോ, മൈസെൽഫ് എന്നിൽ നിന്നാണോ, പരിശുദ്ധാത്മാവിൽ നിന്നാണോ, അതോ ടെംപ്റ്റേഷൻ, പിശാചിൻ്റെ ടെംപ്റ്റേഷൻ മൂലമാണ് ഞാൻ ഈ ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ശബ്ദങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദൈവത്തിൽ നിന്നുള്ള ശബ്ദം നമുക്ക് തിരിച്ചറിയണം, ഹോളി സ്പിരിറ്റ് സംസാരിച്ച് അറിയാൻ പറ്റും, ജീസസ് സംസാരിച്ച് നമുക്ക് അറിയാൻ പറ്റും, മനുഷ്യ ശബ്ദം കേട്ടാൽ നമുക്കറിയാൻ പറ്റും, സൈറ്റൻ സംസാരിച്ച് നമുക്കറിയാൻ പറ്റും. നോക്കിയേ, പിതാവാം ദൈവം സംസാരിച്ച് നമുക്കറിയാൻ പറ്റും, പുത്രനാം ദൈവം യേശുക്രിസ്തു സംസാരിക്കാൻ നമുക്കറിയാൻ പറ്റും, പരിശുദ്ധാത്മാം ദൈവം സംസാരിക്കാൻ നമുക്കറിയാൻ പറ്റും. ഇനി മാനുഷ്യമായ നമ്മുടെ ശബ്ദം, നമ്മുടെ മൈൻഡ്, നമ്മുടെ ഫ്ലഷിൽ നിന്ന്, നമ്മുടെ തോട്ട്സിൽ നിന്ന് വരുന്നതാണ് നമുക്കറിയാൻ പറ്റും. ഇനി സൈറ്റൻ ടെംപ്റ്റേഷനിലൂടെ കൊണ്ടുവരുന്ന ശബ്ദമാണെങ്കിൽ, അവൻ കൊണ്ടുവരുന്ന തോട്ട്സ് ആണെങ്കിൽ, അവൻ കൊണ്ടുവരുന്ന ശബ്ദമാണെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ. ഇതെല്ലാം പല രീതിയിലും നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ദൈവത്തെ കേൾക്കുന്നുണ്ടോ, നമ്മളെന്നും ടെസ്റ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതോ ഞാൻ സ്വയം കേട്ടുകൊണ്ടാണ് നടക്കുന്നത്, അതോ ഞാൻ പരിശുദ്ധാത്മാവിനാൽ ആണോ നയിക്കപ്പെടുന്നത്, അതോ പരിശുദ്ധാത്മാവിൻ്റെ വേഷം കെട്ടി നടക്കുന്ന അല്ലെങ്കിൽ പിശാചിൻ്റെ പ്രലോഭനങ്ങളാലാണോ ഞാൻ നടക്കുന്നതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.
ചിലപ്പോൾ നമ്മുടെ സ്വന്തം ആശയങ്ങളെ ദൈവത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ പ്രയാസമാണ്. നമ്മളങ്ങ് വിശ്വസിക്കുക ദൈവമാണ് സംസാരിച്ചെങ്കിൽ വിശ്വസിക്കും. പക്ഷേ നമ്മുടെ സ്വയമായിരുന്നു, പക്ഷേ നമ്മളങ്ങ് വിശ്വസിക്കുക ദൈവത്തിൽ നിന്ന് കേട്ടതാണ്. അങ്ങനെ പലരും കൺഫ്യൂഷനാണ്, പലരും കുഴിക്കകത്ത് പോയി വീഴാറുണ്ട്, പലരും പിശാചിൻ്റെ ആ തന്ത്രത്തിൽ വീഴാറുണ്ട്. അതുകൊണ്ട് സ്പെസിഫിക്കായിട്ട് നമ്മുടെ പ്രേരണകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാക്കളുടെ ശത്രുവിൽ നിന്നാണ് വരുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൽ നിന്നല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. ഹൗ ഡു വി ടേക്ക് എവരി തോട്ട്സ് ക്യാപിറ്റീവ്? അതാണ് 2 കൊരിന്ത്യർ 18-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. വി ഡിസ്ട്രോയ് എവരി പ്രൗഡ് ഒബ്സ്റ്റിക്കിൾസ് ദാറ്റ് കീപ് പീപ്പിൾ ഫ്രം നോയിങ് ഗാഡ്. അതിന് മലയാളം നാം വായിക്കുന്നത്, നാം എങ്ങനെയാണ് സകല ചിന്തയും കൊല്ലുന്നത്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളെയും, കണ്ടോ അവിടെ എഴുതിയിരിക്കുന്ന, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ഇത് ദൈവം ചെയ്യുന്ന കാര്യമല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഞങ്ങൾ സങ്കല്പങ്ങൾ ഒരുപാട് സങ്കല്പങ്ങൾ നമുക്കുണ്ടാകും നമ്മുടെ തോട്ട്സിൽ. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായ ഒരുപാട് തോട്ട്സ് നമുക്കുണ്ടാവും. പോകുന്ന എല്ലാ ഉയർച്ചയും കണ്ട, എല്ലാ ഉയർച്ചകളും ഇങ്ങനെ മനസ്സെപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കും. നമ്മുടെ മൈൻഡ് എല്ലാ തോട്ട്സും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. അത് ഇടിച്ച് കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം. നമ്മുടെ മൈൻഡ് നമ്മൾ പിടിച്ചടക്കണം, നമ്മുടെ തോട്ട്സിനെ നമ്മൾ പിടിച്ചടക്കണം. അതിനെ നമ്മൾ അഴിച്ചുവിടാൻ പാടില്ല. നമ്മുടെ തോട്ട്സിനെ നമുക്ക് അഴിച്ചുവിടാൻ പാടില്ല, നമ്മുടെ മൈൻഡിനെ നമ്മൾ അഴിച്ചുവിടാൻ പാടില്ല. പരിജ്ഞാനത്തിനെ നമ്മൾ പിടിച്ചടക്കണം. അതിനെ when we are sure where the thoughts are coming from. അപ്പോൾ തോട്ട്സ് എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ ചിന്തിക്കണം. ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. കോമൺലി ഗോഡ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ ദ ബൈബിൾ. പൊതുവേ ഏറ്റവും കൂടുതലായിട്ട് ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇൻസ്പയർഡ് വേർഡ്, ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. സെഞ്ച്വറീസ് ആയിട്ട് നമുക്കറിയാം, preserved through the scriptures for us today. ആ സെഞ്ച്വറീസ് ആയിട്ട് നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ദൈവം ജനങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരോടും പ്രവാചകന്മാരോടും പാസ്റ്റേഴ്സിനോടും എല്ലാവരോടും ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും സാധാരണയായി നൂറ്റാണ്ടുകളായി നമുക്കായി സംരക്ഷിച്ചിരിക്കുന്നത് പ്രചോദനമായ വചനമാണ്. അപ്പം ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ദൈവം ആശയവിനിമയം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ രാപകൽ വായിക്കണമെന്ന് ദൈവം പറയുന്നത്. നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ ദൈവത്തിന് ഒരു വർഷത്തിലും വായിച്ചിരിക്കണം. 2-3 പ്രാവശ്യം, വർഷത്തിൽ 2-3 പ്രാവശ്യം ഇംഗ്ലീഷും മലയാളം വായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. മിനിമം 2-3 പ്രാവശ്യം ഞാൻ വായിച്ചു തീർക്കും. ഇംഗ്ലീഷും തീർക്കും, മലയാളം തീർക്കും. സോ ഇറ്റ് ഈസ് തോട്ട്സ് ദി വേർഡ് ദാറ്റ് വി ആർ സാൻറ്റിഫൈഡ്. അതായത് യോഹന്നാൻ 17:17 പറയുന്നത് എന്താണ്? വചനത്തിലൂടെയാണ് നാം വിശുദ്ധീകരിക്കപ്പെടുന്നത്. വചനത്തിലൂടെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ, പാപങ്ങൾ ചെയ്യുമ്പോൾ, കുറവുകൾ വരുമ്പോൾ ദൈവവചനം നമ്മൾ ഇടപെട്ട് ആ വചനമാണ് നമ്മൾ ക്ലൻസ് ചെയ്യുന്നത്. പാപം ചെയ്യുമ്പോൾ, കുറവ് വരുമ്പോൾ, കാരണം നമ്മൾ ജീവിക്കുന്നത് ഫ്ലഷിലാണ്, പെട്ടെന്ന് ആ വചനം ഇടപെടും. ആ വചനത്തിലൂടെ ദൈവം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആ വചനത്തിലൂടെ ക്ലൻസ് ചെയ്യുന്നു, വചനത്തിലൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു. സാംസ് 119:5 നമ്മൾ വായിച്ച് നമുക്ക് കാണാം. എന്താണ്? വചനം നമ്മുടെ പാതയുടെ വെളിച്ചമാണ്. പാതയുടെ വെളിച്ചം. നമ്മൾ ടോർച്ച് പിടിച്ച് നടക്കുന്നതാണ് വചനം. നമ്മൾ ഇരുട്ടത്തൂടെ സഞ്ചരിക്കുമ്പോൾ മുന്നിലുള്ള ഒന്നും നമുക്കറിയത്തില്ല. ഒരു കല്ല് കിടന്ന് നമുക്കറിയത്തില്ല, ഒരു പാമ്പ് കിടന്ന് നമുക്കറിയത്തില്ല, അവിടെ ഒരു കുഴിയുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ടോർച്ച് അടിച്ച് അതിൻ്റെ ബീം നിലത്ത് ചെല്ലുമ്പോൾ, ആ വെട്ടം ചെല്ലുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത് കാണാൻ പറ്റും. കല്ലാണോ, മണ്ണാണോ, കുഴിയാണോ, പാമ്പാണോ എന്ന് കാണാൻ പറ്റും. അതാണ് വെളിച്ചം. അപ്പം
സങ്കീർത്തനം അതാ പറയുന്നത്, വചനം വെളിച്ചമാണ്. യേശു തന്നെയാണ് വചനം. യേശു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അല്ലേ. അപ്പം നമ്മുടെ ആ വചനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മളും വെളിച്ചമായി മാറും. വചനം നമുക്ക് വെളിച്ചമായി മാറും. സോ ഗോഡ് ക്യാൻ ഓൾസോ ഗൈഡ് us ത്രൂ സർക്കംസ്റ്റാൻസസിലൂടെ നമ്മൾ സംസാരിക്കും, സാഹചര്യങ്ങളിലൂടെ സംസാരിക്കും ദൈവം. ഞാൻ പറയുന്നത് സ്വപ്നത്തിലൂടെ സംസാരിക്കും, വിഷനിലൂടെ സംസാരിക്കും, പ്രൊഫറ്റിക് മിനിസ്ട്രിയിലൂടെ ദൈവം സംസാരിക്കും, പ്രവാചകന്മാരോട് സംസാരിക്കും, വചനത്തിലൂടെ സംസാരിക്കും, സാഹചര്യങ്ങളോട് സംസാരിക്കും. സാഹചര്യങ്ങളിലൂടെ 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ പറ്റും. അവിടെ എഴുതിക്കുന്നത്, എന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറെ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്ന് കിട്ടിയപ്പോൾ സാഹചര്യങ്ങളിലൂടെ നമ്മളെ നയിക്കാനും ദൈവത്തിന് കഴിയും എന്നവിടെ എഴുതിയിരിക്കുന്നു. നിങ്ങൾ സംശയം വായിച്ചു നോക്കണം, ഞാൻ എൻ്റെ ഓർമ്മയിൽ പറഞ്ഞാണ്. ആ 2 കൊരിന്ത്യർ 2-ാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, ദ പ്രോംപ്റ്റിങ്സ് ഓഫ് ദ സ്പിരിറ്റ് അല്ലേ. ഗലാത്യ ലേഖനം 5:16 വായിച്ചു നോക്കിയാൽ, ആത്മാവിൻ്റെ പ്രേരണകളാൽ. ആത്മാവിൻ്റെ പ്രേരണ നമുക്കുണ്ടാവും. ചില സമയത്ത് ആത്മാവിൻ്റെ പ്രേരണ ഉണ്ടാവും, സാഹചര്യങ്ങളുണ്ടാവും, പ്രേരണ കൊണ്ട് നമ്മൾ പ്രേരണ നമുക്കൊരു ഇൻസ്പിറേഷൻ പ്രേരണ കൊണ്ട് ചെയ്യാൻ പറ്റും. അത് എത്ര രീതിയിൽ അത് ഇടപെടുന്നത്. സ്വപ്നത്തിൽ ഇടപെടും, വചനത്തിലിടപെടും, പ്രവാചകന്മാരിൽ ഇടപെടും, അല്ലെ പ്രവാചകന്മാരിൽ ഇടപെടും, വിഷനിലൂടെ ഇടപെടും, സാഹചര്യങ്ങളോട് ദൈവം ഇടപെടും, പ്രേരണകളോട് ദൈവം ഇടപെടും. നോക്കിയേ എത്ര മാർഗത്തിലൂടെ ദൈവം നമ്മളോട് ഇടപെടുന്നത്. ഇത്രയും മാർഗങ്ങൾ നമുക്ക് ഉണ്ടായിട്ടും നമ്മൾ ആ ദൈവശബ്ദം കേൾക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പം നമുക്കുണ്ട് അല്ലേ. ഇത്രയും രീതിയിൽ ദൈവം നമ്മളോട് ഓരോ ദിവസങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലും ഒന്നെങ്കിൽ സ്വപ്നത്തിൽ ഇടപെടും, വചനത്തിൽ ഇടപെടും, പ്രേരണകൾ ഇടപെടും. അപ്പം നോക്കിയേ, അപ്പം ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം, എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കത്തില്ല ദൈവത്തിന് പറഞ്ഞു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആൻഡ് ഗോഡ്ലി mentors providing wise counsel എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രോവർബ് 12:15 വായിച്ചു നോക്കി. ജ്ഞാനപൂർണമായ ബുദ്ധിയുടെ ഉപദേശം നൽകുന്ന ദൈവിക ഉപദേഷ്ടാക്കളും സദൃശ്യവാക്യം പറയുന്നത്. ഇപ്പോഴും അതൊന്നുമല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. ജ്ഞാന പൂർണ്ണ ബുദ്ധിയുടെ ഉപദേശം നൽകുന്ന ഉപദേഷ്ടാക്കന്മാർ. അപ്പോൾ നമ്മുടെ ബൈബിൾ ടീച്ചേഴ്സ് അങ്ങനെ ആയിരിക്കണം, നമ്മുടെ ടീച്ചിങ് അങ്ങനെ ആയിരിക്കണം, ജ്ഞാനപൂർണ്ണമായിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം വിടുതൽ, ഇപ്പം ഡെലിവറൻസ്, ഇപ്പം ബ്ലെസ്സിങ്സ്, നോ, അതൊക്കെ ചുമ്മാ മനുഷ്യമായിട്ട് പറയുന്നതാണോ? നമ്മളിതെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ കൂടെ നടന്ന ദൈവത്തെ അനുസരിച്ച് ആത്മാവിൽ നടക്കും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഹീലിങ്സ് നടന്നുകൊണ്ടിരിക്കും. നമുക്ക് ബ്ലെസ്സിങ്സോട് നമ്മുടെ കർത്താവ് ഡോറുകൾ നമുക്ക് വേണ്ടി തുറന്നു തന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ ആത്മാവിൽ നടക്കും സഞ്ചരിക്കുമ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ പറഞ്ഞ 5-6 കാര്യങ്ങൾ പറഞ്ഞു, ആ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മുന്നിലുള്ള ഡോറുകൾ തുറക്കും. അവിടെ ശാസിക്കുകയും പിടിക്കുകയൊന്നും വേണ്ട. സൈറ്റിന് അവിടെ നമ്മൾ അറ്റാക്ക് ചെയ്യത്തില്ല, സൈറ്റിനൊന്നും ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല അവിടെ. അണ്ടർസ്റ്റാൻഡ്, ഞാൻ പറയുന്നത് മനസ്സിലായോ? അപ്പം ആ ഒരു ബേസിൽ നമ്മൾ വരണം, ആ ഒരു ഫൗണ്ടേഷനിൽ, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ വരണം. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വേണ്ടി എല്ലാം ദൈവം വാതിൽ തുറന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഹീലിങ്സ് നടക്കും, അവിടെ ഡെലിവറൻസ് നടക്കും, അവിടെ ബ്ലെസ്സിങ്സ് നടക്കും. അപ്പം അവിടെ ദൈവത്തിൻ്റെ വചനം ഇരിക്കുന്നതാണ്, ലഘുവായി മതിക്കപ്പെട്ടിട്ട് ഒരു വൃദ്ധനുള്ളവൻ ശ്രേഷ്ഠനാകുന്ന എഴുതിയിരിക്കുന്നത്. ദുഷ്ടന്മാരുടെ ഉള്ളമ ക്രൂരപത്ത്, നിസ്സാരന്മാരെ പിൻചെല്ലുന്നവനോ ബുദ്ധിഹീനൻ. അവിടേക്ക് നീതിമാന്മാരുടെ വേറെ ഫലം നൽകുന്നു. നീതിമാന്മാരോ കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോരും. തൻ്റെ കൈകളുടെ പ്രവർത്തിക്ക് തക്കണം അവന് കിട്ടുമെന്ന് എഴുതിയിരിക്കുന്നു. തൻ്റെ കൈകളുടെ പ്രവർത്തിക്കുവാണ് അവന് കിട്ടും. നല്ലത് ചെയ്യാൻ ശ്രമിക്കണം, എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ മറ്റുള്ളവരെ മാനിക്കാൻ ശ്രമിക്കണം, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്, ഒരിക്കലും ഉപദ്രവിക്കരുത് ആരെയും. അവിടെ ഇരിക്കുന്ന ജ്ഞാനിയോ ആലോചന കേട്ട് അനുസരിക്കുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനി, നമ്മുടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലോചന കേട്ട് അനുസരിക്കുന്നവരായിരിക്കണം. ദൈവത്തെ ഒരിക്കലും റിബലായി കാണരുത്. ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ റിബലാക്കരുത്, നമ്മൾ എതിരാകരുത്. ദൈവം പറയുന്നത് നമ്മൾ
എതിർത്ത് നടക്കരുത്. ദൈവം പറയുന്നത് കേട്ടോണം. സഭ പറയുന്നതല്ല, ദൈവവചനം പറയുന്നത് നമ്മൾ കേൾക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നത് അതനുസരിക്കാൻ ശ്രമിക്കണം. മാക്സിമം നമ്മൾ അനുസരിക്കണത്. പരിശുദ്ധാത്മ പറയുന്നത് നമ്മൾ കേട്ട് നടക്കണം, അതനുസരിച്ച് നടക്കണം. ഇഫ് ഗോഡ് വാണ്ട്സ് ടു സ്പീക്ക് ടു us, nothing can stop him. ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യാതൊന്നിനും അവനെ തടയുവാനാവില്ല. ദൈവത്തിന് ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ആർക്കും തടയാൻ പറ്റത്തില്ല. ഞാനെപ്പോഴും പ്രസംഗിക്കാറൊരു വിഷയമാണ്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ തടയരുത്, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ തടയരുത്. പ്ലീസ്, യേശുവിനെ നിങ്ങൾ തടയരുത്. സ്റ്റോപ്പ് ജീസസ്, നോ യു സ്റ്റോപ്പ്, നോ. വെറുതെ നിങ്ങളതിന് യേശുവിനെ തടയുന്നത്. യേശുവിൻ്റെ വഴിക്ക് ചെയ്യട്ടെ. നിങ്ങൾ തടയരുത്, നിങ്ങൾ പ്ലീസ് ചെയ്ത് തടയരുത്. പ്ലീസ്, നിങ്ങൾ പ്രസംഗിച്ച് തടയരുത്. നിങ്ങൾ യേശുവിൻ്റെ പ്രവൃത്തി യേശു ചെയ്യട്ടെ. ന്യായവിധി ലാസ്റ്റാണ്. അവനവന് തക്ക ന്യായവിധി ദൈവം കൊടുത്തോളൂ. നമ്മൾ ന്യായവിധിക്കാൻ നമ്മളെ ദൈവമല്ല. ഞാൻ ആരെങ്കിലും ന്യായവിധിക്കാൻ ഞാൻ ആരാണോ? എനിക്ക് ന്യായവിധി ദൈവം തന്നിട്ടില്ല. ന്യായവിധിക്കാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടില്ല. So pray if we are confused about whether or not we are hearing God. രണ്ടാമത്തെ പോയിന്റ് അതാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ദൈവത്തോട് ചോദിക്കും, കർത്താവേ ഞാനിപ്പോൾ കൺഫ്യൂഷൻ്റെ വക്കിൽ നിൽക്കും, എനിക്കത് മനസ്സിലാകുന്നില്ല, ഒന്നുകൂടെ ക്ലാരിറ്റി ചെയ്യണം, ഒന്ന് ക്ലിയർ ആക്കി തരണം. ഇറ്റ് ഈസ് ഗുഡ് ടു പ്രേ ഫോർ വിസ്ഡം എന്നാണ് ജെയിംസ് പറയുന്നത് 5. ഇറ്റ് ഈസ് ഗുഡ് ടു പ്രേ ഫോർ വിസ്ഡം ഈവൻ വെൻ വി ഡോണ്ട് തിങ്ക് വി ആർ കൺഫ്യൂസ്ഡ്. So we should ask God to make His will known to clearly. നാം ദൈവത്തെ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ജ്ഞാനത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് യാക്കോബ് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല, നമുക്ക് ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ല, ഈ പറയുന്ന ഒരു 5-6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അകത്തൊന്നും നമ്മളോട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ എനിക്ക് ഈ പറയുന്ന വിഷയം കിട്ടുന്നില്ല, എനിക്ക് വചനത്തോട് ദൈവം സംസാരിക്കുന്നില്ല, ആത്മാവിൻ്റെ പ്രേരണ കിട്ടുന്നില്ല, സർക്കംസ്റ്റാൻസസ് എനിക്ക് സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കി കിട്ടുന്നില്ല, പ്രോഫറ്റിക്കായിട്ടൊന്നും കിട്ടുന്നില്ല, അങ്ങനെ നമുക്ക് ആത്മാവിൻ്റെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവ് എനിക്ക് ആ ഒരു എനിക്ക് തരണം. കുറേ ദിവസങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്, ദൈവം സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ എന്തോ ഒരു ആശയക്കുഴപ്പത്തിലിരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ജ്ഞാനത്തിനായി ആ ഒരു അറ്റ്മോസ്ഫിയറിനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് പ്രാർത്ഥന കേട്ട് ദൈവം അതിൻ്റെ അകത്ത് റിസ്പോൺസ് ചെയ്യും. നമ്മൾ ഈ മക്കളെക്കുറിച്ചും നമ്മുടെ ഈ ജോലിയെക്കുറിച്ചും നമ്മുടെ ഈ ഭാരതത്തെക്കുറിച്ച് മാത്രം പ്രാർത്ഥിക്കാതെ ദൈവശബ്ദം കേട്ട് പോകാൻ പ്രാർത്ഥിക്കണം നമ്മൾ. അപ്പോൾ അവിടുത്തെ ഇഷ്ടം നമ്മൾ വ്യക്തമായി അറിയിക്കുവാൻ ദൈവം നമ്മോട് ആഗ്രഹിക്കുക. ദൈവത്തോട് അപേക്ഷിക്കണം നമ്മൾ, ദൈവമേ നിൻ്റെ ഇഷ്ടം എന്താണ് ജീവിതത്തിൽ, എന്നോട് സംസാരിക്കണം. എൻ്റെ മക്കളുടെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ ഇഷ്ടമല്ല എൻ്റെ ജീവിതം, നിൻ്റെ ഇഷ്ടം പറ. കർത്താവ് എൻ്റെ മക്കളോട് സംസാരിക്കണം, എൻ്റെ ഭാര്യയോട് സംസാരിക്കണം, എൻ്റെ ഭർത്താവിനോട് സംസാരിക്കണം, നിൻ്റെ ഇഷ്ടത്തോട് സംസാരിക്കണം. ദൈവം നമുക്ക് നമ്മുടെ തീരുമാനം എടുക്കുവാൻ അധികാരം തന്നിട്ടുണ്ട്. നമുക്കതിലൂടെ സഞ്ചരിക്കാം. പക്ഷെ അത് ദൈവശബ്ദം കേട്ട് പോകണമെന്നില്ല. പക്ഷെ എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് പോകുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ദൈവശബ്ദം കേട്ട് അതിനു വേണ്ടി സ്റ്റെപ്പ് വെക്കുമ്പോൾ അതിനാണ് ദൈവശബ്ദം കേട്ട് ഞാൻ അനുസരിക്കുക എന്ന് പറഞ്ഞത്. വെൻ വി പ്രേ വി മസ്റ്റ് ബിലീവ് ആൻഡ് നോട്ട് ഡൗട്ട്. അവിടെ സംശയിക്കാതെ വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ. നമ്മളെന്ത് പ്രാർത്ഥിച്ചാൽ സംശയിക്കാൻ പാടില്ല. ബിക്കോസ് ദ വൺ ഹൂ ഡബട്ട് ഈസ് ലൈക്ക് എ വേവ്സ് ഓഫ് ദ സീ എന്ന് പറയുന്നത്. തിരമാലകൾ ആഞ്ഞടിക്കും തിരമാലകളെ പോലെയാണെന്നാണ് പറയുന്നത്. ആൻഡ് ബ്ലോ ആൻഡ് ടോസ്ഡ് ബൈ ദ വിൻഡ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്, ഭയങ്കരമായ കാറ്റ് പോലെയാണെന്ന് പറയുന്നത് ജെയിംസ് പറയുന്നത്. അപ്പം നാം പ്രാർത്ഥിക്കുമ്പോൾ നാം വിശ്വസിക്കുക, 1, സംശയിക്കാതിരിക്കുക, 2, സംശയിച്ച കാറ്റിനാൽ അലയുന്ന തിരമാല പോലെയായി പോകും, കടൽ പോലെയായി തീരും. അത് യാക്കോബ് പറയുന്നത് അല്ലേ. അതുകൊണ്ട് സംശയിക്കരുത്. ഇഫ് വി ഹാവ് നോ ഫെയ്ത്ത് we should not expect to receive anything from the Lord. That's James 1:7. നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസമില്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിനായി പ്രാർത്ഥിക്കണം. വിശ്വാസമില്ലാതെ പ്രാർത്ഥിച്ചാൽ നമ്മൾ കർത്താവിനൊന്നും പ്രാർത്ഥിക്കത്തില്ല. ഇതെല്ലാം വിശ്വാസമാണ്. നമ്മളൊന്നും ദൈവത്തിൽ നേടുന്നില്ല. എൻ്റെ കടഭാരം മാറുന്നുള്ള വിശ്വാസമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന വിശ്വാസമാണ്. എനിക്ക് നല്ല ജോലി ലഭിക്കുന്ന വിശ്വാസമാണ്. ഞാൻ എന്നെ ആത്മീയമായിട്ട് ഉപയോഗിക്കുന്ന വിശ്വാസമാണ്. അതെല്ലാം വിശ്വാസത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സോ ടോക്ക് ടു ഗോഡ് ഇൻ പ്രയർ. പ്രയർ ഒരു വലിയ പോയിന്റാണ് നമ്മുടെ ജീവിതത്തിൽ. ടോക്ക് ടു ഗോഡ് ഇൻ പ്രയർ ആൻഡ് ഏർണസ്റ്റ്ലി വെയിറ്റ് ഫോർ ഹിസ് ആൻസർ. എന്നിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട്
അതിന് ആൻസറിന് വേണ്ടി കാത്തിരിക്കുക. ദൈവം നിങ്ങൾക്ക് ആൻസർ തരും. പ്രാർത്ഥനയോടെ ദൈവത്തോട് സംസാരിക്കുക. ടോക്ക് ടു ഗോഡ് ഓൾവേസ്. നമ്മളൊരു മണിക്കൂർ ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണമെന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഏറ്റവും നല്ലതാണ്. ഒരു സ്വല്പം ദൈവസന്നിധിയിൽ മാറിയിരിക്കും 10-40 മിനിറ്റ് 1 മണിക്കൂർ ഇരിക്കുന്നതാണ്. പക്ഷേ എന്നാലും എനി ടൈം എവറി ടൈം നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ, ബെഡ്റൂമിലിരിക്കുമ്പോൾ, നമ്മൾ ചെയറിലിരിക്കുമ്പോൾ, ചുമ്മാ ഇരിക്കുമ്പോൾ, നിങ്ങൾ ഗാർഡനിൽ പോകുമ്പോൾ, കിച്ചണിലിരിക്കും, ഒക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. എന്നിട്ട് അവൻ്റെ ഉത്തരത്തിനായി ആത്മാർത്ഥമായി കാത്തിരിക്കുക. ഹേണസ്റ്റ്, അതാണ് പറയുന്നത്. ആത്മാർത്ഥമായി കാത്തിരിക്കുക. ദൈവം തരും. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചാൽ, ആത്മാർത്ഥമായ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം തരും. ആത്മാർത്ഥമായിട്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവം തരും. സോ however keep in mind that God doesn't give us everything we desire. അത് ഓർത്തോണം കേട്ടോ. And sometimes his answer is no. He knows what we need at any given time and he will know us what is best. എന്നിരുന്നാലും നാം ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം നമുക്ക് തരുന്നില്ലെങ്കിലും ചിലപ്പോൾ അവൻ്റെ ഉത്തരം ഇല്ലെന്നായിരിക്കും. എല്ലാം തരും. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ദൈവം തരണമെന്നില്ല. ചിലപ്പം ദൈവം ഇല്ലെന്നായിരിക്കും പറയുന്നത്. കാരണം ഏത് സമയത്തും നമുക്ക് എന്താണ് വേണ്ടത് ദൈവത്തിന് അറിയാം. അപ്പം ഏറ്റവും നല്ലത് തരുവാൻ ദൈവം ആഗ്രഹിക്കുക. നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ലത് നമുക്ക് ദൈവം കാണിച്ചു തരും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത്, നമുക്കിഷ്ടമില്ലെങ്കിലും നമുക്ക് ഏറ്റവും നല്ലത് ദൈവം ചൂണ്ടിക്കാണിക്കുക. അതിലൂടെ പോകാൻ കർത്താവ് പറയും. അത് നമ്മൾ ചൂസ് ചെയ്യണം. മനസ്സുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യണം. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ചൂസ് ചെയ്യണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി പറഞ്ഞാൽ. If God says no, then we can thank him. അതാണ് വേണ്ടത്. കർത്താവ് പറയുന്നത് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ കർത്താവ് താങ്ക് യു, നീ പറഞ്ഞ ആലോചനയ്ക്കായി സ്തോത്രം, ഫോർ ക്ലാരിറ്റി ഓർ ഹിസ് ഡയറക്ഷൻ ആൻഡ് മൂവ് ഓൺ ഫ്രം ദെയർ. അതാണ് നമുക്ക് വേണ്ടത്. ഇല്ലാന്ന് ദൈവം പറഞ്ഞാൽ അവിടുത്തെ ആ ദിശയുടെ വ്യക്തതയ്ക്ക് നമുക്ക് കർത്താവിന് നന്ദി പറയുക. അതാണ് വേണ്ടത്. കർത്താവെ വ്യക്തതയ്ക്ക് നന്ദി. അവിടുന്ന് ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകാൻ കൃപ തരണം. സോ സ്റ്റഡി ദ വേർഡ്. ദ ബൈബിൾ ഇസ് കോൾഡ് ഗോഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുക. അതിനകത്ത് യേശുവിനെ കുറിച്ചാണ് മുഴുവൻ എഴുതിയിരിക്കുന്നത്. റിവലേഷനാണ് മുഴുവൻ. ഫോർ എ റീസൺ ഇറ്റ് ഈസ് ദ പ്രൈമറി വേ ഗോഡ് സ്പീക്ക് ടു us. അപ്പം ദൈവത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് ദൈവം സംസാരിക്കാൻ വചനത്തിലൂടെ. നിങ്ങൾ വചനം സ്ഥിരമായിട്ട് വായിക്കും, വചനം ധ്യാനിക്കുക. അതായത് ബൈബിളിലൂടെ ദൈവവചനം എന്ന് വിളിക്കുന്നത് ദൈവം നമ്മളോട് സംസാരിക്കുന്ന പ്രാഥമിക വിധമായിട്ടാണ് അത് കാണുന്നത്. അതിനകത്ത് യേശുവിനെ ചൂണ്ടിക്കാണിക്കുക. ഒരുപാട് സ്ഥലങ്ങൾ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഓൾസോ വേ. മൂന്നാമത്തെ, വി ലേൺ അബൌട്ട് ഗോഡ്സ് ക്യാരക്ടർ ആൻഡ് ഈസ് ഡീലിംഗ് വിത്ത് പീപ്പിൾ ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി. ചരിത്രത്തിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, ആളുകളുമായുള്ള അവിടുത്തെ ബന്ധത്തെക്കുറിച്ചും ഇടപെടലിനെക്കുറിച്ചും ഒക്കെ നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. അപ്പം അത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പറയാം, എങ്ങനെയാണ് ദൈവം ഈ ജനത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് പ്രവാചകന്മാർ ഇടപെട്ടുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് അപ്പോസ്തലന്മാർ യേശു ഇടപെട്ടുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ ദൈവവചനത്തിലൂടെ ഐഡിയ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ഡോക്ടർ ആകണമെങ്കിൽ നിങ്ങൾ പോയി പഠിക്കണം, MBBS പഠിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചെങ്കിൽ മാത്രമേ ഫൗണ്ടേഷൻ, ഒരു ഫണ്ടമെൻ്റൽ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ ആകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പാസ്സായെങ്കിൽ ഡോക്ടർ ആകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളൊരു എഞ്ചിനീയർ ആകണമെങ്കിൽ നിങ്ങൾ പഠിക്കണം. നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് എടുക്കണമെങ്കിൽ കമ്പ്യൂട്ടറിനെ പറ്റി പഠിക്കണം. പിന്നീടാണ് നമ്മളെ ഡെവലപ്പ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് ബൈബിൾ പഠിച്ചെങ്കിൽ മാത്രമേ ആ ദൈവശബ്ദം, ദൈവം എങ്ങനെയാണ് മനുഷ്യനോട് ഇടപെട്ടത്, എങ്ങനെയാണ് പ്രവാചകന്മാർ ഇടപെട്ടത്, എങ്ങനെയാണ് അപ്പോസ്തലന്മാർ ഇടപെട്ടത്, എങ്ങനെയാണ് റിബൽ അല്ലെങ്കിൽ ദൈവത്തിനെ ഈ പാപികളോട് ഇടപെട്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓൾ സ്ക്രിപ്ചേഴ്സ് ഈസ് ബ്രെത്ത്ഡ് ഔട്ട് ബൈ ഗോഡ് ആൻഡ് ഈസ് എ ഗൈഡ് ഫോർ എ റൈച്ചസ് ലൈഫ്. അതാണ് തിമോത്തി പറയുന്നത്. 2 തിമോത്തി 3:14 വായിച്ചു നോക്കി, 16-17 വായിച്ചു നോക്കി. എല്ലാ തിരുവഴുത്തുകളും ദൈവത്താൽ ശ്വസിക്കപ്പെടുന്നു, അല്ലേ? അത് ദൈവത്തിൻ്റെ ബ്രീത്തിൽ വന്നിരിക്കുന്നു. നീതിയുള്ള ഒരു ജീവിതത്തിനുള്ള വഴികാട്ടിയാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ എഴുതിയിരിക്കുന്നത്. So while we speak to God in prayer, He speaks to us through His word. നാം പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവിടെ തൻ്റെ വചനത്തിലൂടെ നമ്മൾ സംസാരിക്കുന്നു. പലപ്പോഴും വചനത്തിലൂടെ. So as we read, we must consider the word of the Bible to be the very word of God. ആ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ബൈബിളിലെ വാക്കുകൾ ദൈവത്തിൻ്റെ വചനങ്ങളാണെന്ന് നമ്മൾ പരിഗണിക്കണം. ദൈവത്തിൻ്റെ വചനമാണ്. നമ്മളെ വിശ്വാസത്താലാണ് നമ്മൾ മനസ്സിലാക്കണം അത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവമാണ് സംസാരിക്കുന്നത്. തോട്ട്, ഡിസയർ, ഇൻക്ലിനേഷൻ,
or must be brought to Word of God for comparison and approval. So നമുക്ക് ഉണ്ടാകുന്ന ഏതൊരു ചിന്തയോ ആഗ്രഹമോ ചായയോ പ്രേരണയോ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ആക്റ്റീവ് ആവുന്നത്. ലെറ്റ്സ് എ ബൈബിൾ മറ്റൊരു രഹസ്യം ചെല്ലുന്നില്ല. ബൈബിൾ ദ ജഡ്ജ് ഓഫ് എവരി തോട്ട്സ് എന്നാണ് ഇരിക്കുന്നത്. ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് അലൈവ് ആൻഡ് ആക്റ്റീവ് എന്ന്. ബൈബിളാകട്ടെ എല്ലാ ചിന്തകളുടെയും വിധികർത്താവ്, എല്ലാ ചിന്തകളെയും വിധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവവചനം സജീവവും അത് വലിയ സജീവമാണ്, ലൈവാണ് ഇപ്പോഴും. അത് ജീവനുള്ള വചനമാണ്. അതാണ് എബ്രായലേഖനത്തിൽ പറയുന്നത്, അത് ഷാർപ്പർ ദാൻ ദ ഡബിൾ എഡ്ജ് സോഡ് എന്നാണ് പറയുന്നത്. It is penetrates even to dividing soul and spirit, joint and marrow. It judges the thoughts and attitudes of the heart. വാളാണ്, വാള്, മൂർച്ചയുള്ള വാള്, രണ്ട് സൈഡ് മൂർച്ചയുള്ള വാള് അല്ലേ. ആത്മാവിനെയും സന്ധികളെയും മഞ്ചുകളെയും വിഭജിക്കാൻ പറ്റും. തുളച്ച് ഹൃദയത്തിൻ്റെ ചിന്തകൾ അറിയുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അതുകൊണ്ട് പ്രേരണകൾ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ, ആ ദൈവത്തിൽ നിന്ന് നല്ലതല്ലെങ്കിൽ അത് നിരസിക്കപ്പെടണം. എപ്പോഴും നമ്മളതിനെ മാറ്റിക്കളയണം. മനഃപൂർവ്വമായിട്ട് അത് വെച്ചുകൊണ്ട് ഒന്ന് കേട്ടുകൊണ്ടിരിക്കാൻ പാടില്ല. തോട്ട്സ് അന്നേരം മാറ്റണം. നമ്മൾ ഈ തോട്ട്സ് നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ വായെടുത്ത് സംസാരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനിപ്പോൾ ഒരു ഇമാജിനേഷൻ ലോകത്താന്ന് വിചാരിക്കട്ടെ, വേറെ ഒരു തോട്ട്സ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വായെടുത്ത് യേശുവിൻ്റെ രക്തം ചെയ്യാം, അല്ലെങ്കിൽ there is a power in the blood of Jesus. എന്തെങ്കിലും നമ്മളൊരു വാക്ക് പറയുക, വചനം പറയുക, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ തോട്ട്സിനെ ഇടിച്ചു കളയുന്നു. അങ്ങനെ പറയുമ്പോഴത്തേക്കും വായ കൊണ്ട് ഏറ്റു പറയുമ്പോൾ ആ തോട്ട്സ് അത് ബ്രേക്ക് ആവും. ഇനി നാലാമതൊരു വിഷയം വെച്ചാൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഫോളോ ദ ഹോളി സ്പിരിറ്റ് ലീഡിങ്. ദ ഹോളി സ്പിരിറ്റ് ഇസ് ഗോഡ് ഡിവൈൻ ബീയിങ് വിത്ത് എ മൈൻഡ്, ഇമോഷൻസ് ആൻഡ് വിൽ. ഹോളി സ്പിരിറ്റ് എന്ന പേഴ്സൺ is powerful. He is always with us. Psalms 139:7-8 വായിച്ചു നോക്കിയ. പരിശുദ്ധാത്മാവ് ദൈവമാണ്. അതേ ഒരു പേഴ്സണാണ്. മനസ്സും വികാരങ്ങളും വിചാരങ്ങളും ഇച്ഛാശക്തിയുള്ള ഈ വികാരങ്ങളും ഇച്ഛാശക്തിയുമുള്ള ഒരു ദിവ്യ പേഴ്സണാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് എപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. സങ്കീർത്തനങ്ങൾ 139:7-8 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഹീസ് എ പർപ്പസ് ഇൻക്ലൂഡ്സ് introducing for us and giving gift to the benefit of the church. നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് വേണ്ടി ഇടിവി നിൽക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. സഭയുടെ പ്രയോജനത്തിനായി ദാനങ്ങൾ നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നില്ല, പരിശുദ്ധാത്മാവിനോട് പറയണം, ഇടിവി നിൽക്കാൻ പറയണം, നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണം. അപ്പോൾ അങ്ങനെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണയ്ക്കുന്നത് വേണ്ട പോലും പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ചുരുക്കങ്ങളെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതൊന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. പരിശുദ്ധാത്മാവെ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവ് പറയണം, പരിശുദ്ധാത്മാവെ ഈ പ്രാർത്ഥന ഒന്ന് കൺട്രോൾ ചെയ്യണം, ഒന്ന് ഏറ്റെടുക്കണം എന്ന് പറയണം. പരിശുദ്ധാത്മാവ് ആ പ്രാർത്ഥന ഏറ്റെടുക്കും. അവിടെ ഇരിക്കുന്ന ശുശ്രൂഷകനെ ഉപദേശിക്കുന്നവെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കർമ്മ ചെയ്യുന്നവൻ പ്രസന്നതയോടാകട്ടെ. അപ്പം എല്ലാം സ്നേഹം നിർവ്യാജ്യം ആയിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. കണ്ടോ, വേണ്ടാത്ത എല്ലായിടത്ത് കളഞ്ഞാൽ നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. സഹോദരപ്രീതിയിൽ നമ്മൾ തമ്മിൽ സ്ഥാനമുണ്ട്, ബഹുമാനിക്കുന്ന അതിൽ അന്യോന്യം മുന്നോട്ട് പോകും എന്ന വിധത്തിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ പലർക്കും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഉത്സാഹത്തിൽ നിന്ന് മടുപ്പുണ്ടാകരുത്. പ്രാർത്ഥനയിൽ, വചനധ്യാനത്തിൽ, ഉപവാസത്തിൽ, ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ മടുപ്പുണ്ടാക്കാൻ പാടില്ല. ആത്മാവിലെപ്പോഴും എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. നമുക്ക് സേവിക്കാൻ പറഞ്ഞാൽ അറിയാമല്ലോ, സേവിപ്പിൻ.
സന്തോഷിപ്പിക്കുക, ആശയത്തിൽ സന്തോഷിക്കുക, അല്ലേ? ദ ഹോളി സ്പിരിറ്റ് ഫിൽ us. നമ്മൾ പരിശുദ്ധാത്മ എപ്പോഴും നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കണം. ആൻഡ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഫലം എപ്പോഴും നമ്മൾ പൊടിവിച്ചുകൊണ്ടിരിക്കണം. ഗലാത്യ ചാപ്റ്റർ 5:22-25. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാനും അവിടുത്തെ ഫലം നമ്മളിൽ ഉൽപ്പാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സെപ്പോഴും ഉണ്ടാകണം, എപ്പോഴും ആഗ്രഹമുണ്ടാകണം. No matter what decision we are making day to day, we can go wrong when we exhibit love, joy, peace, etc. to the glory of God. And when we have a random thoughts pop into our heads, we must learn to test the Spirit. 1 John 4:1. നാം അനുദിനം എന്ത് തീരുമാനങ്ങൾ എടുത്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി സ്നേഹം, സന്തോഷം, സമാധാനം മുതലായവ പ്രകടമാക്കുമ്പോൾ നമുക്ക് ചുറ്റുപറ്റാൻ കഴിയുവാൻ സാധിക്കത്തില്ല. യാദൃശ്യമായ ഒരു ചിന്ത നമ്മുടെ തലയിലേട്ട് കടന്നു വരികയാണെങ്കിൽ നാം ആത്മാവിനെ ചിന്തിക്കണം. ഏത് ആത്മാവിലാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ പഠിക്കണം. അതാണ് യോഹന്നാൻ പറയുന്നത്. വിൽ ഫോളോയിങ് ദ ഇൻക്ലിനേഷൻ ലീഡ് ടു മോർ ക്രൈസ്റ്റ് ലൈക്ക്നെസ്സസ്. ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ ഓരോ ദിവസവും ക്രൈസ്റ്റ് ലൈക്ക്നെസ്സസ് ആയി തീരാൻ ആഗ്രഹിക്കണം. Will dwelling on the thoughts produce more than fruit of the Spirit in me? The Holy Spirit will never lead us gratify the sinful desire of the flesh. He will always lead us toward sanctification. അപ്പോൾ ക്രിസ്തുവിൽ വളരുവാൻ കർത്താവ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ക്രിസ്തുവിന് ഹിതപ്രകാരമുള്ള ചിന്തിക്കണം. ആത്മാവിൻ്റെ കൂടുതൽ ഫലം അതിനകത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കണം. ഞാൻ ജഡത്തിൻ്റെ അഭിലാഷത്തിന് വേണ്ടിയാണ് ചിന്തിക്കുന്നത് നോക്കണം. പരിശുദ്ധാത്മ ഒരിക്കലും നമ്മെ പാപത്തിലോട്ട് നയിക്കത്തില്ല, ചീത്ത കാര്യങ്ങളോട് ചിന്തിപ്പിക്കത്തില്ല. വിശുദ്ധീകരണത്തിലോട്ട് നയിക്കുന്ന ആത്മാവാണ്. അപ്പം അങ്ങനെ നമ്മൾ മുന്നോട്ട് നമ്മുടെ ലൈഫ് കൊണ്ടുപോയാൽ ഭൂമിയിലെ ജീവിതം ഒരു ആത്മീയ യുദ്ധമാണ് നമുക്കറിയാം. അപ്പം ദൈവഹിതത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കാൻ ശത്രു അവൻ ഉത്സാഹം കാണിക്കും. അവൻ്റെ രീതിയിലെല്ലാ ഫോഴ്സുകളും കാണിക്കും എന്നാണ് പത്രോസ് പറയുന്നത്. സോ മീൻ മസ്റ്റ് വിജിലൻറ്റ്. നമ്മളെപ്പോഴും വിജിലൻ്റായി നിൽക്കുക, ശ്രദ്ധിക്കുന്ന എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്നാണ് വരുന്നത്, എൻ്റെ ആലോചന ദൈവത്തിൽ നിന്നാണോ, ഈ തോട്ട്സ് ദൈവത്തിൽ നിന്നാണോ, ദൈവത്തിൽ നിന്ന് ആലോചനയാണെന്ന് ഉറപ്പുവരുത്താൻ നാം ജാഗരിക്കണം എപ്പോഴും. Remember, God wants to show us right path to take He's not the business of hiding His will from those who seek Him. ഓർക്കുക, ദൈവം നമുക്ക് ശരിയായ പാത കാണിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. അവനിൽ അന്വേഷിക്കുന്നവരിൽ നിന്ന് അവൻ്റെ ഇഷ്ടം മറച്ചു വെക്കാതെ അവനെല്ലാം വെളിപ്പെടുത്തി തോന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പം നാം ദൈവത്തെ കേൾക്കുക. താങ്ക് യു ജീസസ്. യേശു പറഞ്ഞു, എൻ്റെ ആടുകളുടെ ശബ്ദം കേൾക്കുന്നു, അവരെ അനുഗമിക്കുന്നു. യേശുവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണം. നമ്മുടെ ചിന്തകൾ കേൾക്കാൻ പറ്റും, മനസ്സിൽ കേൾക്കാൻ പറ്റും, ദൈവനിരത്തോട് കേൾക്കാൻ പറ്റും. ജഡത്തിൻ്റെ ചിന്തകൾ കൊല്ലുക, അത് ക്രൂശിക്കുക എന്ന ഗലാത്യയിൽ പറഞ്ഞത്. കിൽ ദ ഫ്ലഷ്. ആത്മാവിൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദ നെയിം ഓഫ് ജീസസ്. ഗോഡ് ലവ്സ് യു. ദൈവം നിങ്ങളെ പരാജയത്തിന് വേണ്ടിയല്ല വിളിച്ചിരിക്കുന്നത്. ഞാൻ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല, ദൈവം ആഗ്രഹിക്കുന്നുമില്ല. നാം ദൈവത്തെ എത്രമാത്രം ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം അവൻ്റെ ശബ്ദം നമ്മുടെ മൈൻഡിലെ തലയിലെ മറ്റ് ശബ്ദങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. നല്ല ഇടയനായ യേശുവിന് തൻ്റെ വാഗ്ദാനം തരുന്നുണ്ട്. അവൻ പറയുന്നത് എന്താണ്? അവൻ നമ്മുടെ മുന്നേ കടന്നു പോകുന്നു, അവൻ്റെ ആടുകൾ അവൻ്റെ ശബ്ദം കേട്ട് അനുഗമിക്കുന്നു. യോഹന്നാൻ 10:4. അപ്പം നമുക്ക് നല്ല ഇടയനായ മുന്നിലുള്ളപ്പോൾ അതർ സ്പീക്ക് ബട്ട് ദ ഷീപ്പ് ഡു നോട്ട് ലിസൺ ടു തന്നായിരിക്കുന്നത്. മറ്റുള്ള ശബ്ദങ്ങൾ കേൾക്കും, പക്ഷേ ഷീപ്പ് അതൊന്നും കേൾക്കുന്ന പോലുമില്ല, ശ്രദ്ധിക്കത്ത പോലുമില്ല. ദ ബെറ്റർ വി നോ അവർ ഷെപ്പേർഡ്. നമ്മൾ യേശുവിനെ അറിയുക, യേശുവിൻ്റെ ശബ്ദം ഗ്രഹിക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോകും. മറ്റൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. ദ ലെസ് വി ഹാവ് ടു വറി അബൌട്ട് ഹീഡിങ് ദ റോങ് വോയിസ്. മറ്റുള്ള പൈശാചികമായി മറ്റുള്ളവർ സംസാരിച്ചേക്കാം, എന്നാൽ ആടുകൾ അത് ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ആടുകൾ എപ്പോഴും
ഇടയനെയാണ് ശ്രദ്ധിക്കുന്നത്. നന്നായി അറിയുന്ന ഇടയനെ. എത്രത്തോളം ശ്രദ്ധയായ, എത്രത്തോളം തെറ്റായ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നു, അതനുസരിച്ച് നമ്മൾ വേവരാതി കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ ശരിയായ ശബ്ദത്തിന് നമ്മൾ ചെവി കൊടുത്താൽ അതനുസരിച്ച് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. നമുക്ക് ബ്ലെസ്സിങ്സ് നമ്മുടെ ജീവിതത്തിൽ കടന്നുകൊണ്ടിരിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ് പ്രസൻസ് ഹിയർ. വലിയ ദൈവസ്ഥാനം ഇവിടെ കവർ ചെയ്തിരിക്കുന്നതിനായ സ്തോത്രം. വലിയ ദൈവസ്ഥാനം ഇങ്ങനെ എന്നിലിങ്ങനെ ഇവിടെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുക. താങ്ക് യു ജീസസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കേൾക്കുന്ന ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കുന്നവരെ അവർക്ക് ഈ ദിവസങ്ങൾ ദൈവശബ്ദം കേൾക്കുവാൻ, പ്രാക്ടീസ് ചെയ്യുവാൻ, അത് പല മെതേഡുകളിൽ കേൾക്കുവാനായിട്ട് സഹായിക്കണം. പരിശുദ്ധാത്മാവരെ സഹായിച്ചാലും പ്രത്യേകിച്ച് കർത്താവെ, ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പ്രത്യേകം അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ ബാക്ക് പെയിൻ കർത്താവ് മാറ്റുന്നുണ്ട്. നടു സംബന്ധം അവർ വളഞ്ഞിരിക്കുന്ന വ്യക്തിയെ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബി ഹീൽ റൈറ്റ് നൗ സ്ട്രൈറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ നട്ടിൽ ഇപ്പോൾ സ്ട്രൈറ്റ് ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വളഞ്ഞിരിക്കുന്ന നട്ടിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്ട്രൈറ്റ് ആകാൻ കൽപ്പിക്കുന്നു. ബി ഹീൽ റൈറ്റ് നൗ, ബി ഹീൽ റൈറ്റ്. ഒരു കുഞ്ഞു ശിശുവിനെ കാണുന്നു, അത് എപ്പോഴും കരച്ചില്ല, എപ്പോഴും കിടന്ന് വാവിട്ട് കരയുന്നു. യേശുവിൻ്റെ നാമത്തിൽ കമാൻഡിങ് റൈറ്റ് നൗ ബി ഹീൽ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പിശാചിനെ വിട്ടുപോട്ടെ, ഡീമൺസ് വിട്ടുപോട്ടെ. ആ കുഞ്ഞു ശാന്തമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശാന്തമാകട്ടെ. ശാന്തമാകുന്ന നെയിം ഓഫ് ജീസസ്. അത് തൊട്ടി കിടക്കുന്ന കുഞ്ഞാണ്, ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശാന്തമാകട്ടെ, അത് ശാന്തമാകട്ടെ, ശാന്തമാകട്ടെ നെയിം ഓഫ് ജീസസ്. ആ അമ്മ കിടന്നിങ്ങനെ കരച്ചിൽ, എപ്പോഴും ഇങ്ങനെ പ്രയാസമാണ്. ഇങ്ങനെ ആ കൊച്ചിനെ കൊണ്ടുള്ള ആവലാതിയിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. കർത്താവെ തൊട്ടാലും സൗഖ്യമാക്കിയാലും ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആട്ടെ, ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു.